+1 അഡ്മിഷന് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അതിലൊരു അപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്പർ നമ്മൾ ഒരു കടലാസിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഓർത്ത് വെക്കുകയോ ചെയ്യണം. അപ്പോൾ പലരും അതിന് ശ്രമിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഒന്ന് അത് മറന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ആപ്ലിക്കേഷൻ നമ്പർ കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അഡ്മിഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്, തമ്പനെയിൽ. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുള്ളായ ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. +1ന്റെ അഡ്മിഷനുള്ള അപേക്ഷ നമുക്ക് സ്വയം ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വ്യക്തമായൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം വരും. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോയും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ ഈ സൈറ്റിൽ നിന്ന് കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ഇനി സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായി കാണുന്ന ടെക്സ്റ്റ് ബാറിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ HSCAP എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ബാറിൻ്റെ താഴെയായിട്ട് HSCAPയിൽ തുടങ്ങുന്ന കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണുന്ന HSCAP ഗേറ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൈറ്റ് നമുക്ക് ഓപ്പൺ ആവുക. ഇനി ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ HSCAP പോർട്ടൽ അല്ലെങ്കിൽ HSCAP kerala.gov.in എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ. അതിലേതെങ്കിലും ഒന്നിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ആകുന്ന പേജിൽ ഈ മുകളിൽ കാണുന്ന HSCAP ഗേറ്റ് എന്ന ഓപ്ഷൻ കാണും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പൊ എനിക്കിവിടെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ തന്നെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറെ ഓപ്ഷനുകൾ ഉണ്ട്. അപ്പൊ സ്ക്രീനിന്റെ നടുവിലായിട്ട് ദാ ഇവിടെ ഗെറ്റ് യൂസർ നെയിം ബാർ ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടാണ് കാണുക. അപ്പൊ നമ്മൾ ഇതുപോലെ അതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കാണാം. ഇനി നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരില്ല, വ്യക്തമായിട്ട് തന്നെ കാണാം. ഇപ്പൊ ദാ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഒന്നുകൂടി ലെഫ്റ്റിലേക്ക് നീക്കുന്നു. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, സെലക്ട് ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ക്രീൻ ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ആ ഒരു ബാറിന്റെ ഈ ഒരു അറ്റത്തായിട്ട് ഒരു ചെറിയ ആരോ കാണുന്നില്ലേ, അതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളും തന്നെ ഇതുപോലെ കാണിക്കുന്നതാണ്. അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഏത് ജില്ലയാണോ സെലക്ട് ചെയ്തത് അത് തന്നെ ഇപ്പോഴും സെലക്ട് ചെയ്യുക. ഞാൻ പാലക്കാട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ പാലക്കാട് സെലക്ട് ചെയ്തപ്പോൾ ദാ ഇവിടെ അത് കാണിക്കുന്നുണ്ട്. ഇനി അതിന്റെ നേരെ താഴെയായിട്ട് സബ്മിറ്റ് എന്ന ഗ്രീൻ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്തതും തന്നെ അടുത്ത സ്ക്രീനിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് നമ്മൾ നേരത്തെ അഡ്മിഷന് വേണ്ടി ഫില്ല് ചെയ്ത അതേ പേജ് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. അതൊന്ന് ഞാൻ സൂം ചെയ്യാം. അപ്പൊ നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഈ പേജിൽ എന്തൊക്കെയാണോ പൂരിപ്പിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ സെലക്ട് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യേണ്ടത്. അതിൽ മാറ്റം വരുത്താതെ ചെയ്യുക. ഇപ്പൊ ഇതിൽ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സെലക്ട് സ്കീം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ പേജ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുക. അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് സ്കീമാണ്. അപ്പൊ ആ ഒരു ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ഈ ചെറിയ ആരോയിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾ നേരത്തെ ഏത് ഓപ്ഷൻ ആണോ സെലക്ട് ചെയ്തത് അത് തന്നെ സെലക്ട് ചെയ്യുക. എൻ്റെ മോൻ ഡേവിഡ് SSLC സ്റ്റേറ്റ്
സിലബസ് 2025-26 അധ്യയന വർഷത്തെ പരീക്ഷ എഴുതി പാസ്സായ വ്യക്തിയാണ്. അപ്പൊ ഇതിലെ ഒന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെ ഞാൻ ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇനി അതിന് താഴെ രജിസ്റ്റർ നമ്പർ ആണ്. അപ്പൊ നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഡേവിഡിന്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിന് താഴെയുള്ള മന്ത് പാസ്, ഇയർ പാസ് തുടങ്ങിയ കോളങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഫില്ല് ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊന്നും ചെയ്യണ്ട. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പൊ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ ഈ ഫോമിൽ ഫില്ല് ചെയ്തത് അത് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാനത് ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിന് താഴെ മൊബൈൽ നമ്പർ ആണ്. അതും നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് കൊടുത്ത അതേ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അങ്ങനെ അതും ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് താഴെ കൺഫേം മൊബൈൽ നമ്പർ ആണ്. അപ്പൊ മുകളിൽ ടൈപ്പ് ചെയ്ത അതേ മൊബൈൽ നമ്പർ താഴെയും തെറ്റിക്കാതെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തത് സെലക്ട് ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡാണ്. അപ്പൊ ഞാൻ ആ ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന ബോക്സിൽ സെൽഫ്, സ്കൂൾ, ഹെൽപ്പ് ഡെസ്ക്, അതേഴ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് സെലക്ട് ചെയ്തത് അത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ തന്നെയാണ് എന്റെ മോന് വീട്ടിലിരുന്ന് എന്റെ കമ്പ്യൂട്ടറിൽ സ്വയം അപേക്ഷ നൽകിയത്. അപ്പൊ ഞാൻ സെൽഫ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെ ഞാൻ ഇവിടെയും സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ എൻ്റർ ദ ക്യാപ്ചയാണ്. അപ്പൊ ആ ഒരു ഓപ്ഷന്റെ നേരെ താഴെയായിട്ട് ഈ ബോക്സിൽ കാണുന്ന നമ്പറുകൾ ക്രമം തെറ്റാതെ അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഞാൻ അതും ടൈപ്പ് ചെയ്തു. ഇനി അതിന്റെ താഴെയായിട്ട് സബ്മിറ്റ് എന്ന ഗ്രീൻ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയേ വേണ്ടൂ. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ സബ്മിറ്റിൽ പ്രസ് ചെയ്തതും ആ പേജ് തന്നെ വീണ്ടും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗ്രീൻ കളർ ബാർ കാണുന്നില്ലേ, അതിൽ ഞാൻ അപേക്ഷ നൽകുന്ന സമയത്ത് ജനറേറ്റ് ആയ ആ ആപ്ലിക്കേഷൻ നമ്പർ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഇവിടെ കാണിക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഈ സൈറ്റിൽ നിന്ന് തന്നെ കണ്ടെത്താവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.